സിന്ധുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവിടെ ഒരു വഴിതെറ്റി നിൽക്കുക, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് രൂപമില്ലാതെ അങ്ങനെ അവസാനിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നേവിയുടെ ഭാഗത്തു നിന്ന് ഒറ്റപ്പെട്ട ഒരു ശ്രമം ഉണ്ടായതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് അർജുനെയും ലോറിയെയും അതോടൊപ്പം അവരുടെ ജീവൻ നഷ്ടപ്പെട്ട മറ്റുള്ളവരെയും ഒക്കെ സംബന്ധിച്ച ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് മനാഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയുടെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി അവിടെ ജില്ലാ ഭരണകൂടം കൊടുത്ത ഒരു മൊഴിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് അന്വേഷണം തടസ്സപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണം പുനരാരംഭിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മനാഫ് നടത്തുന്നത്. എന്താണ്, എങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ള ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ്? അല്ല, ഇപ്പം മൊത്തത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം മൊത്തം, അതായത് കേസ് മൊത്തം വഴിമുട്ടി നിൽക്കുകയാണ്. അടുത്ത മാസം 18-ാം തീയതിക്ക് നീട്ടി. അതായത് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന കേസ്, ഇതിന്റെ മുമ്പേ ഈ കേസിൽ ഹൈക്കോടതി ഉത്തരവ്, അതായത് ഒരു ഡയറക്ഷൻ കൊടുത്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തെരച്ചിൽ തുടരണം. ഈ 3 പേരെ കാണാത്ത 3 പേരെയും തെരച്ചിൽ തുടരണമെന്നാണ് കൊടുത്തത്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞുകൂടാ, ഇതിലുള്ള ഇരകൾ ഞങ്ങളല്ല ഈ കേസ്, ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കേസ് കൊടുത്താൽ ഒരു ബന്ധമില്ല. കേസ് കൊടുത്ത ആള് ഒരു സ്വമേധയ കൊടുത്തതാണ് ഈ കേസ്. ഈ കേസ് ഇപ്പം കൊടുത്ത് ഈ കേസിന്റെ ഒരു സീരിയസ്നെസ് അത്രയും പ്രാധാന്യമുള്ള കേസ് ആയതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഈ കേസ് കൊടുത്തിട്ടുണ്ടാവുക. ഈ കേസ് കൊടുത്തു കഴിഞ്ഞ് ഈ കേസ് കർണാടക ഹൈക്കോടതിയിലേക്ക് എത്തി. കർണാടക ഹൈക്കോടതി ആദ്യ ഘട്ടത്തിൽ തന്നെ കേസിൽ തെരച്ചിൽ തുടരണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. തെരച്ചിൽ തുടരണം എന്ന് പറഞ്ഞിട്ട് ഇതിന് മറുപടിയായിട്ട് പിന്നീട് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ എന്തായി പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ മോശമാണ്, വെള്ളത്തിന് ഒഴുക്ക് കൂടുതലാണ്, വെള്ളത്തിന്റെ അടിയിൽ വിസിബിലിറ്റി ഇല്ല. അതിന് ഒരു പിൻബലം എന്നുള്ള നിലക്ക് ഈശ്വർ മലപ്പന്റെ ചില സംസാരങ്ങൾ എടുത്തു. അതിനെന്താക്കി എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി കുറച്ച് ഭാരിച്ചതാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ കാര്യം പുള്ളിക്കാരൻ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ കൂടി എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിച്ച് നിൽക്കാനും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്താൻ ഞങ്ങളെ കൊണ്ടും കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ ഈ കേസിൽ സത്യത്തിൽ കേസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. കൊടുത്തത് ഒരു മൂന്നാമത്തെ കുടുംബവും അതുപോലെ തന്നെ മനാഫുമായി ബന്ധപ്പെട്ട കക്ഷികളല്ലേ. അതായത് ഞങ്ങൾ ആ ഒരു സമയത്ത് കേസിൽ കക്ഷി ചേരാനാണോ മനാഫ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അതില് കക്ഷി ചേരാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട്, കാരണം എനിക്ക് എന്റേതായ കേസ് ഫയൽ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പം ഞാൻ അതിലേക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ നാളെ വക്കീലുമായിട്ട് സംസാരിച്ച് അങ്ങനെ സാധ്യമാണെന്ന് പറഞ്ഞു. സാധ്യമാണ്. അതെ, സാധ്യമാണ്. ഇതിൽ ആകെ ലിമിറ്റഡ് കാര്യങ്ങൾ മാത്രമേ ഈ കേസിലുള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ആ കേസിന്റെ. അപ്പം ഞാൻ ആ രൂപത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു. പിന്നെ എന്താ കഴിഞ്ഞാൽ ഇപ്പൊ ഈ ലാസ്റ്റ് വന്ന സമയത്ത്, കേസ് വന്ന സമയത്ത് ഈ അവിടെയുള്ള ഈ ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റായ വിവരമാണെന്ന് ഞമ്മളെ ഭാഗത്തുനിന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ ഇതേമാതിരി ഒരാള് വെള്ളത്തിന്റെ അടിയിൽ പോയി മരണപ്പെട്ടാലും അതിന്റെ ഒരു എന്താ പറയുക സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഈ കേസ് ഒരിക്കലും 1 മാസം നീട്ടി വെക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു 1 വീക്ക് തന്നെ ഇത് ഉണ്ടാക്കേണ്ടിയിരുന്നു, അടുത്ത കേസ് വിളിപ്പിക്കേണ്ടിയിരുന്നു. അതെ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ കേസിൽ ഇങ്ങനെ ഒരു ദുരന്തം നടന്നിട്ട് അത് ചെറിയ ഒരു പോർഷൻ മല ഇടിഞ്ഞു പോയ ഒരു ദുരന്തമാണ്. ഇതില് പല ദുരൂഹതകളുള്ള ഒരു സംഭവമാണ്. നമ്മൾ കുറെ സംഭവങ്ങൾ 144 ഏർപ്പെടുത്തി, മാധ്യമങ്ങൾക്ക് അവിടേക്ക് വിലക്ക്, അവിടെ ഡ്രോൺ പറത്താൻ പാടില്ല എന്നുള്ള നിബന്ധന, ആളുകളെ മുഴുവൻ വടം കെട്ടിത്തിരിക്കുക, അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസിന് വരുന്ന ആളുകളെ മുഴുവൻ അവിടേക്ക്
പിന്നെ അനുവദിക്കാതിരിക്കുക, ഇങ്ങനെ തുടങ്ങി നിരവധിയായ നമ്മൾ കേട്ടുകളില്ലാത്ത കാര്യങ്ങളാണ് ഒരു ദുരന്ത മുഖത്ത് നടക്കുന്നത്. അതെ, ഇതിന്റെ നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വലിയ തോതിലുള്ള മലയിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ വയനാട്ടിൽ നമ്മള് പേഴ്സണലി ഞാൻ ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തും റെസ്ക്യൂ പ്രവർത്തനത്തിനും മറ്റുള്ളതിനും ഒക്കെ താല്പര്യപൂർവ്വം പോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. 2018 വെള്ളപ്പൊക്കം ആയാലും മറ്റുള്ള പല ദുരന്തങ്ങളും നമ്മള് കേട്ടതാണ്. ഇതിലൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സാറ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. ഇതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു നിഗൂഢത, ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അല്ലേ? ഇതിൽ മൊത്തം അറിയാത്ത ഒരാൾ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്നത് ദുരൂഹതയുണ്ടോ? മേ ബി അതിന് ആ കേസിന് എന്തോ ഒരു പേര് പറഞ്ഞു, മറ്റേ കൊളക്കാടൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ആ കേസിന് പറയാൻ നോക്കുന്നത്. ഇങ്ങനെ കൊടുക്കണ കേസിന് ഈ കേസ് കൊടുത്തതിലൊന്നും തെറ്റില്ല. ആ കൊടുത്ത മനുഷ്യൻ നല്ല ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആളെ കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മളെ ഓൾറെഡി അവിടുത്തെ ഭരണകൂടം വേട്ടയാടി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആളുകളെ അവിടേക്ക് പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല, മാധ്യമ പ്രവർത്തകരെ അടുപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഒരു എന്താ സങ്കീർണമാക്കി കഴിഞ്ഞു. ഈ ഒരു സിമ്പിൾ കാര്യത്തിന് ഇത്ര സങ്കീർണമാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതെ, പോരാത്തതിന് നിങ്ങളുടെ മേൽ ആക്ഷേപവും, നിങ്ങളാണ് തിരച്ചിൽ വഴിതെറ്റിച്ചത്, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ തെരച്ചിലില് പിന്നെ ഈ ഉദ്ദേശം ഈ വഴി തെറ്റിച്ചെന്ന് പറഞ്ഞത് അവിടുത്തെ കർണാടക SP ആണ് പറഞ്ഞത്. ഈ കർണാടക SP 4 ദിവസം വരെ ഞങ്ങൾ ആ പരിസരത്ത് നമ്മൾ ഓരോ കൈയും കാലും പിടിച്ച് നടന്നീന്. ആ സമയത്ത് അന്ന് കോരിച്ചെരുവിനെ മയത്ത് പോലും നമ്മൾ ഓരോ ജീപ്പിന്റെ അടുത്ത് പോകുമ്പോൾ റീൽസ് കണ്ടിരിക്കുക എന്നല്ലാതെ ഞമ്മക്ക് യാതൊരു തരത്തിലുള്ള. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് ഇത് എന്താണ് കഴിഞ്ഞാൽ ഒരു മലയാളി ഉൾപ്പെട്ട സ്ഥിതിക്ക് ഇത് മൊത്തം കേരള ഇളകി വരുന്നുണ്ട്. അപ്പോഴാണ് എന്താക്കി 4ാമത്തെ ദിവസം 10:30 മണിക്ക് FIR ഇടാൻ ഇങ്ങോട്ട് വിളിച്ച് പിന്നാലെ നടന്നിട്ട് പോലും അവര് എന്താ പറയാ ഈ നായ്ക്കളെ ആട്ടണമാതിരി ആട്ടി പോ പറഞ്ഞിട്ട് ഇവിടെ നല്ല വണ്ടി ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ ആട്ടിട്ട് ഞാൻ കെഞ്ചിക്കിന് നമ്മള് ഇവരോട്. ഈ ഒരു ലോറി മിസ്സിംഗ് ആണ്, ലോറിന്റെ ഉള്ളിൽ ആ ഡ്രൈവർ ഉണ്ട്, നമ്മൾ ഡ്രൈവർ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും ഇപ്പൊ ഇതന്നെ കർണാടക മിനിസ്റ്റർ, റവന്യൂ മിനിസ്റ്റർ, അവരെ നിയമസഭയിൽ അങ്ങനെ അതില് സംസാരിച്ചത്, വിധാനസഭയിൽ സംസാരിച്ചത് 3 ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടിട്ടുള്ളൂ. അതിൽ 2 ടാങ്കർ ലോറി പുഴയിലേക്ക് പോയി, 2 ടാങ്കർ ലോറി ലോഡഡാ, ഒരു ടാങ്കർ ലോറി വെള്ളത്തിന്റെ മേലേക്ക് നിൽക്കുന്നുണ്ട്, പൊങ്ങി കണ്ടത്. ആ ലോറി, ആ ടാങ്കർ ലോറി എന്താക്കി ലീക്കിങ് ഉണ്ടായിരുന്നു. ആ ലീക്ക് അടച്ച് ഒരു ഇതാക്കി. 2ാമത്തെ വെള്ളത്തിൽ പോയ ടാങ്കർ ലോറിയുടെ ഒരു ഉത്തരമില്ല. ഇതന്നെ ആ വീഡിയോ കയ്യിലുണ്ട്. ഇതേമാതിരി തന്നെ 2 ടാങ്കർ ലോറി കാലിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാർവാർ കളക്ടർ വീഡിയോ ഉണ്ട്. ടോട്ടൽ 3 ടാങ്കർ ലോറി അപകടത്തിൽ. അവിടെ എവിടെയും നമ്മളെ ലോറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടേ ഇല്ല. നിയമസഭയ്ക്കകത്തും പറഞ്ഞിട്ടില്ല. ഇല്ല. ഇത് ആ സമയങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട് നമ്മളെ ലോറി മിസ്സിംഗ് ആണെന്ന്. ഒരു പരിഗണന പോലും നൽകിയിട്ടില്ല. ഇത് തിടുക്കപ്പെട്ട ഈ 4 ദിവസം തിടുക്കപ്പെട്ടിട്ട് ഇവര് എന്തൊക്കെയൊക്കെ അവിടെ മൂടി മറച്ചുകൾ. ഇതാണ് നമ്മള് പലവട്ടം എല്ലാവരോടും പറയുന്നത്. 4 ദിവസം നമ്മൾ വൈദ്യുതിച്ച് പറഞ്ഞാൽ 4 ദിവസം നമ്മൾ അവിടെ കയറ്റിയിട്ട് പോയില്ല. മര്യാദ ഇത് മൈൻഡ് ചെയ്തിട്ടില്ല. കയറ്റുന്നതിനൊന്നും ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ കാര്യമൊന്നും നോക്കില്ല. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് താല്പര്യം ഹൈവേ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഹൈവേ ക്ലിയർ ചെയ്ത് പെട്ടെന്ന് എന്താ പറഞ്ഞ ഈ പ്രശ്നത്തിനെ ഒതുക്കി തീർക്കണം. ഈ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അത് നമ്മളെ കൺസേൺ അല്ല. പക്ഷെ ആ ഹൈവേ ക്ലിയർ ചെയ്തിട്ട് ഇത് പുറലോകത്ത് എത്താതെ ഇതിനെ മൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നന്നായി നടത്തി. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്താ പറയുക, അവരെ ഭാഗ്യക്കേട് എന്ന് പറയാലോ, ഒരു മലയാളി ആയിക്കോട്ടെ പെട്ടുപോയി. അതോട് കൂടിയിട്ട് കളി മുഴുവൻ മാറി. പക്ഷെ ആ കളി പൂർണ്ണമായിട്ടും
പുറലോകത്തേക്ക് എത്തണമെങ്കിൽ ഇനിയും മുന്നോട്ടേക്ക് പോകണം. അന്വേഷണം പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഉണ്ട്. അപ്പൊ അതിന് എന്താവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർണാടക ഹൈക്കോടതിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് എന്താവണം ഒരു സപ്പോർട്ട് കിട്ടിയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അതിന് രാഷ്ട്രീയക്കാരും ഞങ്ങളെ കൂടെ നിന്ന് തരണം. ഇത് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് ഒരു പാവം അർജുൻ മാത്രല്ല 11 പേര് മരണപ്പെട്ടു പോവുകയാണ്. എന്തൊക്കെ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്. എന്താ ആ 2 കുട്ടികളൊക്കെ ലക്ഷ്മണന്റെ മക്കള് ഞങ്ങള് സ്ഥിരം നമ്മളെ സ്ഥലമാണ്. അതായത് ഞാൻ അതിന്റെ ഒരു മാസം മുന്നേ ഫാമിലി ആയി പോയിട്ട് ഭക്ഷണം കഴിച്ച് കഥ പറഞ്ഞ് ആ കുട്ടികളെ കളിക്കുന്ന കുട്ടികളെ അതാണ് ഇത്ര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഞമ്മക്ക്. മലയാളം നല്ല സംസാരിക്കും ലക്ഷ്മണേട്ടൻ. അവിടുത്തെ ദോശയും ചമ്മന്തിയും ഒക്കെ ഫേമസ് ആണ്, സാമ്പാറും ഒക്കെ. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ കുട്ടികള് ഇവരൊക്കെ മരണപ്പെട്ട ഒരു കേസ് ഇത്ര നമ്മളെ പൗരന്മാരല്ലേ, കേരളത്തിലെ പൗരന്മാരായ പോട്ടെ ഇന്ത്യയിലെ ഏത് പൗരനായിക്കോട്ടെ അവർക്കൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് ഓലെ മരണത്തിന് ശേഷമെങ്കിലും ഒരു മാന്യമായി ബഹുമാനിക്കണം. അതെ അതെ, അവർക്ക് നീതി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വേണം. മനാഫിനെ പോലെ ഒരു പിന്നെ നടത്തുന്ന ശ്രമം, ഇപ്പൊ കോടതി ഉൾപ്പെടെ നടത്തുന്ന ശ്രമം അർജുന് മാത്രമല്ല നീതി തേടിത്തരുന്നത്. അല്ല, അതെ, ദുരന്തത്തിൽ എല്ലാവരും. ഞാൻ ജഗന്നാഥന്റെ കുട്ടിയൊക്കെ വാക്ക് കൊടുത്താണ്. അവരച്ഛനെ അവർക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തു. 2 പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു 7-8 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടികൾ വന്ന് കരയുന്നത് അല്ലേ. പരിസരത്തേക്ക് വരാൻ പറ്റില്ല, അവിടെ പരിസരത്തേക്ക് വരാൻ പറ്റില്ല. കലക്ടറെ കാറിന് കൈ വെച്ച് ഞാൻ കലക്ടറോട് സംസാരിച്ചതിന് താൻ വണങ്ങി നിൽക്കുന്നാ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും പവർഫുൾ ജനങ്ങളാണെന്നാണ് ഞാൻ പഠിച്ചത്. കർണാടക സിലബസിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, കേരളത്തിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അപ്പൊ എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഇനിയും കേസ് നടത്താൻ ഹൈക്കോടതിയിലൊക്കെ പോയി കേസ് നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സാമ്പത്തികമായിട്ട് പെട്ട് കിടക്കുകയാണ്, മൊത്തം പോയി കിടക്കുകയാണ്, ബിസിനസ് ഒന്നും ഇല്ല ഇപ്പൊ. പക്ഷെ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ല. ആത്മവിശ്വാസം 100% ആത്മവിശ്വാസത്തിലാണ്. ഈ കാര്യം വെളിച്ചത്ത് വന്നേ അവസാനിപ്പിക്കൂ ഇതിന്റെ ശ്രമം. അതെ, അങ്ങനെയുള്ളൂ. അതിന്റെ ഇടയിൽ ഇനിയിപ്പം ജീവൻ പോയാലും വേണ്ടിയില്ല, അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്, എന്നാലും വേണ്ടിയില്ല. അങ്ങനെ ചില ഭീഷണികളും ആ സമയത്ത് ഉണ്ടായി, പല രാത്രികളിലും ഉണ്ടായി ഉണ്ട്. പിന്നെ ഈ പാവത്തുങ്ങൾ കുറെ എണ്ണം നമ്മളെ കൂടെ ഉണ്ട്, സാറിന് കണ്ടല്ലോ, ഇവരൊക്കെ പരിചയപ്പെട്ടല്ലോ. ഇവരൊക്കെ വരെ ജീവിത ഉപാധി മാർഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഞാൻ നിന്നില്ലെങ്കിൽ പോയില്ലേ. ഞാൻ അർജുന്റെ മുതലാളിയാണ്. അപ്പൊ ഞാൻ എന്താ പറയാ നിക്കണം. ഇവരെന്തിനു നിക്കണം? ഈ മറ്റുള്ളവര് ഇവരൊക്കെ നിൽക്കുമ്പോ അവരെ നമ്മളെന്താ സമൂഹം നിലയ്ക്കും കൂടി നിൽക്കേണ്ടതുണ്ട്. അതെ അതെ, മുന്നിൽ നിന്നിട്ട് എന്താക്കണം, ഓണറിനുള്ള നിലയിലും വണ്ടിയുടെ അല്ലാതെ എന്താണ് പ്രശ്നം കൂടി പ്രശ്നമാണ്. ഇതെന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഇവിടുന്ന് കേരളത്തിൽ എത്ര ജനങ്ങള് അതർ സ്റ്റേറ്റുകളിൽ പോയി അപകടത്തിൽ പെട്ട് കഴിഞ്ഞാലും ഓരോ അപകടത്തിൽ പോകുമ്പോ തന്നെ ഒരു ധൈര്യം ഉണ്ടാവണം. ഞാൻ അതാ പറഞ്ഞു, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന എത്ര ലോറികൾ യഥാർത്ഥത്തിൽ ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റ് ആയിട്ട് കേരളത്തിൽ മൊത്തം രജിസ്ട്രേഷൻ ഒരു 4 ലക്ഷത്തിന്റെ അടുത്തുണ്ടാവും. 4 ലക്ഷം. അപ്പൊ ഇത്രയും ഡ്രൈവേഴ്സ് ഒന്നിലധികമോ ഡ്രൈവർമാർ ഒരു വണ്ടിക്ക് ഉണ്ടാവില്ല. അധികം 2 ഡ്രൈവർമാരുണ്ടാവുക. അത്രയും പെർഫെക്റ്റ് ഡ്രൈവർമാരുണ്ടെങ്കിൽ മാത്രമേ സിംഗിൾ ഓടിക്കുള്ളൂ. ഒരു മുതലാളി എന്നുള്ള നിലയ്ക്ക് ആളുകളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. കേവലം ഇത് ചെറിയ പ്രശ്നമല്ല. പലപ്പോഴും പലരും പറയുന്നത് മനാഫിന് ഒരു ലോറി പോയതല്ലേ, മനാഫിന് ലോറികള് ഇതല്ലല്ലോ പ്രശ്നം. ഇതിന്റെ ബാക്കി ഇനിയിപ്പോൾ ജീവനോട്ടുണ്ടല്ലോ കുറെ ഡ്രൈവർമാര്. അതെ, 6 ലോറി ഉണ്ട് നമുക്ക്. ഈ 6 ലോറിയിൽ ഒന്നേ പോയിട്ടുള്ളൂ, 5 ലോറി ഉണ്ട്. ഓർക്കൊരു കോൺഫിഡൻസ് ഞാൻ കൊടുക്കണ്ടേ, ഇനി യാത്ര ചെയ്യണ്ടേ ഓർക്ക്. അതേമാതിരി ലോറിന്റെ മുതലാളിമാർക്ക് തൽക്കാലം ഞാൻ ഓർക്കും കൂടിയിട്ടാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിനെന്താന്ന് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റ് ഇപ്പൊ എന്താണ് സിനിമാ നടിമാർക്ക് പ്രശ്നത്തിനും വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ, ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഒരു ഹേമ കമ്മീഷൻ ലോറി ഡ്രൈവേഴ്സിനും വേണ്ടിയിട്ട് ഉണ്ടാക്കി.
നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ലോറി ഡ്രൈവേഴ്സിന്റെ പ്രശ്നങ്ങൾ കൂടി പഠിച്ചു നോക്കി. അതിൽ മസാല ഉണ്ടാവില്ല എന്നുള്ളൂ, മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഈ കാര്യത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതായി പോയതിനോട് നിരന്തരം ശബ്ദിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പിന്നില് രാവും പകലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ നമ്മളോട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണിക്കുന്ന സ്നേഹം ചില ചാനലുകാരും കൂടി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ആ വിഷയത്തിനെ പോലെ ഒരു പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. സിനിമാ നടിമാരും സിനിമാ നടന്മാരും എണ്ണിയാൽ എത്ര ഉണ്ടാവും? ഇവിടെ ഏകദേശം 4 ലക്ഷത്തിന്റെ മേലെ ഡ്രൈവേഴ്സ്, ലോറി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കുടുംബങ്ങൾ, ലോറി ഓടിക്കുന്ന മാത്രം ഒരു 4 ലക്ഷത്തിന്റെ മേലെ ഡ്രൈവർമാർ ഏറ്റവും ചുരുങ്ങിയുണ്ടാവും. 4 അതിൽ കൂടുതലുണ്ടാവും. ഞാൻ പറയാം, ഇത് അതർ സ്റ്റേറ്റ് പോണത്. അതല്ലാതെ എത്ര ടാക്സി പോകുന്നുണ്ട്, എത്ര ടൂറിസ്റ്റ് ആളുകൾ പോകുന്നുണ്ട്, ബൈക്ക് റൈഡേഴ്സ് പോകുന്നുണ്ട്. ഇവരൊക്കെ അതർ സ്റ്റേറ്റ് പോകുമ്പോൾ പല രീതിയിലുള്ള അപകടം ഇനിയും ഉണ്ടാവും. ഇതിനൊരു കോമൺ എന്തൊക്കെയാണ് ഈ അപകടം ഉണ്ടാവാൻ കാരണം? ഇപ്പൊ ഈ അർജുന്റെ അപകടം ഉണ്ടാവാൻ കാരണം എന്താ? മതിയായ ഒരു സ്ഥലം പാർക്കിങ്ങിന് വെച്ചിട്ടില്ല അവര്. അതെ, റോഡ് സൈഡിൽ ഒരു ലോറി താവളം പോലെ ഒരു സൗകര്യം, ഭക്ഷണം കഴിക്കാൻ, വസ്ത്രം മാറാൻ, കുളിക്കാൻ, ഏത് വിദേശ ഇവിടുന്ന് രാഷ്ട്രീയ നേതാക്കന്മാര് പോകുന്നുണ്ടല്ലോ വിദേശത്തേക്ക് പലതും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവര് പോയിട്ട് എന്താ പഠിച്ചു വരുന്നത്? ഇവിടെ എന്താ പ്രാവർത്തികമാക്കുന്നത്? അതെ, പ്രാവർത്തികമാക്കേണ്ട വിഷയമുണ്ട്. ഇതൊക്കെ സിമ്പിളാണ്. നമ്മളിപ്പോ എത്ര ഒരു ലോറി പോവാണെന്നുണ്ടെങ്കിൽ 10,000 റുപ്യന്റെ അടുത്ത് ടോള് മാത്രമേ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ടോള് വാങ്ങി വെക്കുന്നത് ഒരു ലോറിക്കാരനോട് ഒരു ട്രിപ്പിനാ വാങ്ങുന്നത്. ഈ അത്തരത്തിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യുണ്ട്. അതെ, പോട്ടെ, നമ്മളെ കേരളത്തിൽ ചിലപ്പോ സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കേരള ഗവൺമെന്റ് നോക്കേണ്ടതാണ്. ഏത് ഗവൺമെന്റ് പ്രോപ്പർട്ടി. കർണാടകയിലൊക്കെ കാലി വിജനമായ സ്ഥലം കിടക്കുകയാണ്. അവിടെ എന്താക്കാന്ന് ഓരോരോ ഡിസ്ട്രിക്റ്റിലും ഒരു 5-6 ഏക്കർ സ്ഥലം എടുത്തിട്ട് എന്താക്കുക, നല്ലൊരു 100 കിലോമീറ്ററിന്റെ ഇടയിൽ വെച്ച് ഇപ്പം ഞാൻ മലേഷ്യയിൽ പോകുന്ന ആളാണ്. മലേഷ്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സൗകര്യമാണ്. ഇതിനേക്കാൾ ടോൾ കമ്പയർ ചെയ്യാണ് പൈസ കുറവാണ്. അവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. കുളിക്കാനുള്ള സൗകര്യം, ബാത്റൂം പോകാനുള്ള സൗകര്യം, നിസ്കരിക്കാനുള്ള സൗകര്യം, വണ്ടി പാർക്ക് ചെയ്ത് എല്ലാ സൗകര്യവും. അതിൽ തന്നെ ഒരു പെട്രോൾ പമ്പ്, ചായ. കേവലം ടോൾ വാങ്ങി വിടുക, കഫേ. അത് മാത്രല്ല, നിങ്ങൾ വേറെ കാര്യം, ഹൈവേയിൽ വെച്ച് ഇവർ ടോള് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ടോൾ എൻഡിന്റെ ഇടയിൽ ഈ വണ്ടികൾക്ക് എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും കൈയാണെങ്കിൽ റിപ്പയർ ചെയ്ത് തരും. റിപ്പയറിങ് കഴിഞ്ഞില്ല, ഫ്രീ ആയിട്ട് ടോ ചെയ്തിട്ട് അടുത്ത വർക്ക്ഷോപ്പിൽ എത്തിച്ചേരും ഫ്രീ ആയിട്ട്. ഇതിങ്ങനെ കുറെ ആനുകൂല്യങ്ങൾ ശരിക്കും ഈ ടോളിന്റെ കൂടുതലുണ്ട്. കേവലം ഈ പണപ്പിരിവ് മാത്രമല്ല, റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഉത്തരവാദിത്വം. അതെ, ഇവിടെ ടോൾ പിരിക്കുന്നുണ്ടല്ലോ, തൊട്ടടുത്ത് ടോൾ പിരിക്കുന്നിടത്ത് ഒരു ബാത്റൂം ഉണ്ടാവും. ആ ബാത്റൂമിൽ പോയിട്ട് അതിനേക്കാൾ നല്ല പോകാതെക്കണല്ലേ, പുറത്തു പോകണല്ലേ. ഓരോ ഡ്രൈവർ, നിങ്ങൾ ഈ ആളുകൾ എത്ര ത്യാഗം സഹിക്കുന്നു. ഒരു മര്യാദയ്ക്ക് ഒരു ബാത്റൂമിൽ പോകാൻ കഴിയൂല. പോണെങ്കിൽ എവിടെങ്കിലും പറമ്പിൽ പോകണം. എന്തൊക്കെ നമ്മളിത് സംസാരിക്കുമ്പോൾ അത്തരം വിഷയങ്ങളാണ് ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ ലോറി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ നിർബന്ധിതമാകുന്നത് എന്നുള്ളത് കൂടി ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് അർജുന്റെ കുടുംബം മാത്രം പോറ്റാനാണോ ഈ ചെയ്യുന്നത്? അല്ല. അതായത് ഈ സാധനത്തിന്റെ ഭാഗമാണ്. ഈ സാധനം ഇപ്പൊ അർജുൻ കൊണ്ടുവന്നമാരാണ്. ഓക്കെ, ഓൻ കൊണ്ടുവന്ന ഒരു അരിയാണ് വിചാരിച്ചോളൂ. ഈ അരി ഇവിടെ എത്തിയിട്ട് വേണ്ട നിങ്ങളെല്ലാരും വീട്ടിലും കഞ്ഞി വെക്കണമെങ്കിൽ. ഇത് മറ്റേ എല്ലാ ലോറി ഡ്രൈവേഴ്സും ഓരോ അവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇപ്പൊ സാധനം എത്തുന്നതിനോട് നമുക്ക് സമയം വീഡിയോ പോയാലും നിങ്ങൾക്ക് അരി കിട്ടും, പഞ്ചസാര കിട്ടും, ഒക്കെ കിട്ടും. അതെ, നമുക്ക് ഈ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ കേസ് കൊടുക്കാനുള്ള തീരുമാനം, തീരുമാനം നമ്മൾ ഈ ഫോക്കസ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അതിൽ ആവശ്യമായിട്ട് പ്രയർ എന്താണ്? യഥാർത്ഥത്തിൽ കോടതിയോടുള്ള പ്രയർ എന്താണ്? ഞാൻ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മാറിയിട്ട് തന്നെ ഞാനിപ്പോ ഈ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞോ ഈ കാര്യങ്ങളൊക്കെ എന്റെ കേസിൽ വരും. അതേമാതിരി തന്നെ ഈ കേസിൽ IRB എന്ന് പറഞ്ഞ കമ്പനിയാണ് ആ ഹൈവേ മൊത്തം ഇതാക്കുന്നത്, നിർമ്മിച്ചതും ആ ടോള് പിരിച്ചു വാങ്ങുന്നതും. ഈ IRBന്റെ എന്താ പറയാ തെറ്റായ നിർമ്മാണ രീതിയാണ്. 90 ഡിഗ്രിയിലും ചില സ്ഥലത്ത് 90 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്രയൊക്കെ പറയാന്ന് അറിയില്ല. ഇങ്ങനെ വരെ മല കട്ട് ചെയ്തിട്ടാണ് അവിടെ വെച്ചത്. ഈ അപകടം ആര് വരുത്തി വെച്ചതാണ്? അർജുൻ വരുത്തി വെച്ചല്ലോ. ഈ IRBന്റെ
ഇതുകൊണ്ടാണല്ലോ ഈ അപകടം ശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഹൈവേയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ അതുകൂടി അന്വേഷണത്തിന്റെ പരിധി അത് വരുത്തണം. ഈ IRBക്കെതിരെ എന്താണ് ഈ മരണപ്പെട്ട 11 പേർക്കും നഷ്ടപരിഹാരം ഒരു എന്താ പറഞ്ഞാൽ വേറെ രൂപത്തിൽ കർണാടക ഗവൺമെന്റ് 5 കൊടുത്തത് അല്ലല്ലോ, IRB എന്ത് കൊടുത്ത്? അതെ, ഈ റോഡ് നിർമ്മാണ ചുമതലയുള്ള കമ്പനിക്ക് ഉത്തരവാദിത്വം. നല്ലൊരു എമൗണ്ട് IRBന്റെ അടുത്ത് വാങ്ങും. പിന്നെ ഓക്കെ, എന്തായാലും ഇപ്പൊ എന്താണ് ഈ ലക്ഷ്മൺ നായക്ക് നീ ആരുമില്ല, 4 ആളും പോയി. പക്ഷെ പോവാത്ത എന്താണ് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണ ജഗന്നാഥന്റെ ഫാമിലി ആയിക്കോട്ടെ, അർജുന്റെ വൈഫ് ആയിക്കോട്ടെ, മറ്റു ഇങ്ങനെ കുറെ ആൾക്കാരില്, ലോകേഷിന്റെ അമ്മയും ബ്രദേഴ്സും, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ കറക്റ്റായിട്ട് ഇനി ഓലെങ്ങനെ ജീവിക്കും? കറക്റ്റായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം മാത്രം പോരാലോ, ഓർക്കൊരു ജോലി കൊടുക്കണം. അപ്പൊ നമ്മളിപ്പോ മനാഫ് നീങ്ങുന്നത് അർജുന്റെ ഒരു പ്രശ്നത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്വന്തം ലോറിയുടെ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങി യഥാർത്ഥത്തിൽ ശിരൂരിൽ നീതി ലഭിക്കാതെ പോയ ആളുകളുടെ ആവശ്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് മുതൽ തന്നെ. കാരണം എന്താ കഴിഞ്ഞാല് മനുഷ്യനായ ആർക്കും അവിടെ പോയി നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഇതിനെ മൊത്തം ഒരു അർജുനിലേക്ക് ഒതുക്കാൻ കഴിയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ജഗന്നാഥന്റെ വീട്ടിൽ പോയതാണ്. നമ്മളെ നാട്ടിൽ പോലും ഉണ്ടാവില്ല എത്ര ദാരിദ്ര്യം പിടിച്ച വീട്. ഞാൻ ജിതിനെയും കൂട്ടിയിട്ട്, അർജുന്റെ അളിയനെയും കൂട്ടിയിട്ട് ജഗന്നാഥന്റെ അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാലങ്ങളായി. അതായത് നമ്മൾ പോണ ദേശം ഒരു 30 ദിവസം കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. ഒരു മാസത്തോളം ആ വീട്ടിൽ മര്യാദയ്ക്ക് ഒരു പ്രോപ്പർ ഭക്ഷണം വരെ ആയിട്ടുകളുടെ അടുപ്പ് ഇങ്ങനെ വിറകടുപ്പാ, കാലിയായി കിടക്കുക. എങ്ങനൊക്കെയോ ജീവിക്കും. ആരോ കഞ്ഞി വെച്ചിട്ട് എന്തോ കൊണ്ടേ കൊടുത്തിട്ട് ജീവിക്കാണ്. 4 പെണ്ണുങ്ങൾ, 3 മക്കളും ഒരു ഭാര്യയും. അയാളെ എന്ത് ജീവിതമായിരിക്കും? പൊട്ടിപ്പൊളിഞ്ഞ ഇതേ IRB ഈ റോഡ് ഉണ്ടാക്കാൻ മുന്നേ ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് വീടുകളൊക്കെ പൊട്ടി കീറിക്കുന്നു. ആ ഹൈവേന്റെ സൈഡിൽ തന്നെ വീട്. ഒരു പരാതി നൽകിയിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ വേണം പ്രതികരിച്ചു പോകുമല്ലോ. നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രീയക്കാരായാലും ആരായാലും വേറെ എന്തെങ്കിലും കട്ടോ മുടിച്ചോ പോയിക്കോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പർ ആക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന വേണം. ആരുമില്ലാത്തവർക്ക് നമ്മളെ കുറെ ആൾക്കാർ ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ഈ ഒരു സംസാരം, നമ്മൾ ഈ കേസ് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണമായ രീതിയിലുള്ള വിജയത്തിലേക്ക്, ഈ കേസിൻ്റെ സമഗ്രമായിട്ടുള്ള എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിധി ഞാൻ അതേമാതിരി തന്നെ എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ പോയി കൈയാണെങ്കിൽ സ്വയം ബാധിക്കും. കോടതിയിൽ സ്വയം ബാധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ കോൺഫിഡന്റാ. എനിക്ക് കുറച്ചൊരു സഹായം കൂടി ആരെയും തരാണെന്നുണ്ടെങ്കിൽ തരാന്ന് പല ആൾക്കാരും പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മനാഫ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോറി മുതലാളിക്ക് ഭാഷകളെല്ലാം അറിയുന്നു. അതും പെട്ടുപോയി ഇവര്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കന്നഡ പറയുന്നതും ഹിന്ദി പറയുന്നതും ഒരേ ടൈമിൽ ഒരു സാധാരണക്കാരന് ഇത്രയും ഭാഷ ഇത്രയും ചാനലിൽ ഞാൻ സംസാരിച്ചു. കന്നഡ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കും, മലയാള ചാനലിന് ഹിന്ദി കൊടുക്കും, ഹിന്ദി ചാനലിന് കൊടുക്കും, ഇംഗ്ലീഷ് ചാനലിന് കൊടുക്കും. ഈ 4 ചാനലിലും തുരുതുരാ സംസാരിച്ചു. ഇതൊന്നും ഒരു പ്രതീക്ഷയില്ല. ഇത് ഒതുക്കി പോണ ഒരു വിഷയം അല്ല. ഈ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില സാമ്പത്തികമായിട്ടുള്ള ഓഫറും മനാഫിന് അങ്ങനെ എനിക്ക് ഓഫർ അങ്ങനെയല്ല. എന്നോട് പറഞ്ഞത് മനാഫ് ഈ തെരച്ചിൽ നിർത്താൻ എഴുതി ഒപ്പിട്ട് തന്നാൽ മനാഫിന്റെ ഭാഗത്തുനിന്ന് നമ്മള് അർജുന് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച 5 ലക്ഷം റുപ്യ ചെക്ക് വാങ്ങിത്തരാം, ഒരു ബോണ്ട് ഒപ്പിടും വേണം. ഇൻ കേസ് അർജുന് എങ്ങാനും ജീവനോട് വന്നാൽ ഈ തന്ന 5 തിരിച്ചു തരണം. ഞാൻ പറഞ്ഞു 10 ലക്ഷം റുപ്യ തിരിച്ചങ്ങോട്ട് തരാം, ഓനെ അങ്ങോട്ട് എടുത്തന്നാൽ. ഇവര് ഇവര് വിചാരിക്കുന്ന ഈ 5 എന്ന് പറയുന്നത് എന്താ? കർണാടകയിൽ ചിലപ്പോ 5 ലക്ഷം റുപ്യക്ക് ചിലപ്പോ 5 ഏക്കർ സ്ഥലം കിട്ടും. ഇവിടെ 5 ലക്ഷത്തിന് 1 സെന്റ് കിട്ടൂല. അതാ നാട് വ്യത്യാസം മനസ്സിലാക്കണവര്. കേരളം എപ്പോഴെങ്കിലും ഒന്ന് ഓരോരുത്ത് കഴിഞ്ഞിട്ട് പറയണമെന്നുണ്ട്. കം ടു കേരള എന്ന് പറഞ്ഞു. അതെ, ഒന്ന് കണ്ടോട്ടെ. അല്ല, അങ്ങനെ അവര് കരുതിയത് ഒരു സ്വാർത്ഥ മോഹിയായ അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ്. മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ഫീൽഡ് മനസ്സിലാക്കിയത് കറപ്റ്റഡാ. അവിടെ
കറപ്ഷൻ ഭയങ്കര കൂടുതലാണ്. കമ്പയർലി കേരള നല്ല കറപ്ഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെന്തോ ഒന്ന് ആദ്യം വാങ്ങിപ്പോയിക്കണ ആരോടും, അതാണ് സത്യം. എന്താന്ന് നമുക്കറിയില്ല. ഇല്ല, എന്തോ വാങ്ങി. കാരണം എന്താണ്, ഓരോ കളികൾ മുഴുവൻ അങ്ങനെയാണ്. എല്ലാ അത്ഭുതമുള്ള കയറ് കണ്ട് വണ്ടിന്റെ അടിയിൽ വണ്ടി കെട്ടിയ കയറ് വണ്ടിയോട് കൂടിയിട്ടുണ്ട് എന്ന് ഈശ്വർ മൽപ്പെ പറയുകയാണെങ്കിൽ പിന്നെ ദ്രുതഗതിയിൽ പണി നടക്കണ്ടേ? അതെ, പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ എന്റെ മനസ്സിനോട് പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ടത് ഇന്നത്തേക്ക് സഫലമായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവർക്ക് നിർത്താൻ കഴിയില്ലല്ലോ ഈ തെരച്ചില്. ഇനി അർജുന എടുത്ത് തെരഞ്ഞു വരുമല്ലോ. അത് ഞാൻ ഉറപ്പിച്ചതേ. ഞാൻ അതുവരെ എനിക്ക് എല്ലാ ദിവസവും സംശയം വരെ. പക്ഷെ ഈ കയറോട് കൂടിയിട്ട് ഞാൻ ഉറപ്പിച്ചു ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, ഇനി അവൻ എടുക്കണല്ലോ. അങ്ങനെ നിൽക്കണോടത്തൊന്നും നിൽക്കുക, സ്റ്റോപ്പ്. അതായത് ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അതായത് ഒരു ടീം, ഒരു സിസ്റ്റം മര്യാദയ്ക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീതി നിഷേധിക്കപ്പെടുക തന്നെ ചെയ്യും. അത് നമ്മൾ എത്ര തലകുത്തി വന്നാലും. പക്ഷെ ആ നീതി എന്തായാലും കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചു ഇതേപോലെ ഇപ്പോഴും എനിക്ക് എന്താന്ന് കഴിഞ്ഞാല് അവിടുത്തെ കലക്ടർ, SP ഇങ്ങനെ കുറച്ച് ആളുകളെ, പോലീസിലുള്ള കുറച്ച് ആളുകളെ മാറ്റി നിർത്താതെ ഇത് ഒരിക്കലും ഉണ്ടാവില്ല, ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തൂല. റെസ്ക്യൂ ടീം തന്നെ പല ആളുകളും പറയുന്നുണ്ടല്ലോ, ഇപ്പം നല്ല വെയിലാണ്, ഈ ലക്ഷ്മൺ നായക്കിന്റെ കടന്റെ ബാക്കിൽ നിന്ന് എറുമ്പുകൾ പോകാൻ തുടങ്ങിട്ട് അവിടെ ഡെഡ് ബോഡിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. സ്മെല്ലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വെയില് നല്ല ചൂടായപ്പോ സ്മെല്ല് വരാൻ തുടങ്ങി. എവിടുന്ന മണ്ണിന്റെ അടിയിൽ നിന്നാണെന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ എന്താന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കേരള ഗവൺമെന്റ് ഇപ്പൊ എന്താന്ന് കഴിഞ്ഞാല് വയനാട്ടില് ഇങ്ങനെ ദുരന്തം നടന്നു. അതെ, എവിടെ തിരയാൻ ഇപ്പം പറഞ്ഞാൽ പോലും കേരളത്തിലെ ഗവൺമെന്റ് അത് തെരഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ അതെ, ഇപ്പൊ നമ്മള് ആ അപകടത്തിൽപ്പെട്ട ഏത് താരതമ്യം ചെയ്താൽ ഇതിന്റെ എത്രയോ മടങ്ങ് മണ്ണിടിച്ചിലുണ്ടായ ദുരന്തമാണ്. അതെ, ഞാൻ 2 സ്ഥലത്ത് പോയ ആളാണല്ലോ. ഇതിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ചെറിയ മണ്ണിടിച്ചില്, ഇത് മറ്റേത് എന്താണ്, അത് തമ്മിൽ നല്ല വ്യത്യാസം. അവിടെ എന്താ പറയാ, ഇവിടത്തെ ഒരു എന്താണ്, ഒരു ദുരന്തം വന്നു കഴിഞ്ഞാല് പ്രതിപക്ഷ ആയിക്കോട്ടെ ഭരണപക്ഷ ആയിക്കോട്ടെ മറ്റുള്ള പാർട്ടികളായിക്കോട്ടെ ഒറ്റക്കെട്ട. അവിടെയാണ് നമുക്കും സംശയം ഉണ്ടാവുന്നത്. അതായത് അവിടേക്ക് കടക്കാൻ പറ്റില്ല, 144 പാസ്സാക്കുന്നു, ബാക്കിയുള്ളവർ അനുവദിക്കുന്നില്ല മാധ്യമം. അതേസമയം വയനാട്ടിൽ നമ്മൾ കണ്ടത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഒഴുക്കല്ലായിരുന്നു. അതേസമയം അതിനേക്കാൾ സാഹസികമായി ചെയ്യേണ്ട പ്രവൃത്തി, രക്ഷാപ്രവർത്തനം, നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളുടെ. അതെ, എന്റെ ജ്യേഷ്ഠനൊക്കെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ജ്യേഷ്ഠനൊക്കെ ഉണ്ടായി. അതെ, എന്തെങ്കിലും ഒരു പരിശീലനം ലഭിക്കാത്ത ആളുകൾ മനസ്സ് മാത്രമാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഏത് സമയത്തും മറ്റൊരു ഉരുൾപൊട്ടലോ മറ്റൊരു അപകടമോ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള സ്ഥലത്ത് പോയിട്ടാണ് ഈ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അല്ലേ. അവിടെ സൈന്യം വന്നു, ഹെലികോപ്റ്റർ വന്നു, മറ്റ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് എല്ലാവരും വന്നു, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വന്നു, എല്ലാവരും വന്നില്ലേ. പക്ഷെ ഇവിടെ ആ ഒരു ഇപ്പൊ എന്താ പറഞ്ഞാൽ ചില ഒരു കോമൺ എന്താണ് ആളുകൾ എന്താന്ന് കഴിഞ്ഞാൽ നമ്മള് ഈ വിഷയത്തിന് ഇപ്പൊ എന്താണ് മിലിറ്ററി വന്നതിന് എന്തെങ്കിലും പറയുമ്പോ ഇതിനെന്താന്ന് കഴിഞ്ഞാൽ ഒരു ദേശഭക്തിയിൽ എടുത്തിട്ട് ഉള്ള എന്താ പറയാ മിലിറ്ററിനെ കുറ്റം പറയും. മിലിറ്ററിനെ ആരും ഇവിടെ കുറ്റം പറയില്ല. ശിരൂരിൽ വന്ന മിലിറ്ററീസിന്റെ കയ്യിൽ ഒന്നുമില്ലേ, അവരോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആവശ്യപ്പെട്ട മിലിറ്ററി എന്ന് പറഞ്ഞത് ആ സമയങ്ങളിൽ ആവശ്യപ്പെട്ടത് എന്താണ്, മദ്രാസ് എഞ്ചിനീയറിംഗ് എന്തോന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ജസ്റ്റ് വരാൻ പറഞ്ഞു, ഓരോ പറഞ്ഞു 3 ആളുകൾ മിസ്സിംഗ് ആണ്, ഇനി 3 ആളെ കിട്ടാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ കിട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് മിലിറ്ററി വരുന്നത്. മിലിറ്ററിന്റെ കയ്യിൽ ഒരു എക്യുപ്മെന്റ്സ് ഇല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം കാത്തു നിന്നതിന് ശേഷമാണ് ഇങ്ങനെ വരുത്തിച്ചത് ഒരു സാധനം. ആ മിലിറ്ററിയാണ് എന്ത് ചെയ്തത്, അല്ലാതെ രഞ്ജിത്ത് ഇസ്രായേലൊന്നുമല്ല ഏത് മണ്ണ് മാന്തിച്ചതും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതൊന്നും. ഇതൊക്കെ തെറ്റായ വാർത്തകളാണ്. മിലിറ്ററി ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ആക്ഷേപം മനാഫിനെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ. മനാഫ് ഹോട്ടലോട് ഓട്ടല്ലേനോ, ഓടാണ് മനാഫ്. വെറും അവിടെ മാത്രല്ലേനു, മനാഫിന് മീഡിയാസിന് ഉള്ളിലേക്ക് കയറ്റാൻ ഇന്റെ പണിയേനു കൊണ്ടുവരേണ്ടിനു. മീഡിയാസിന് ബൈക്ക് കൊടുക്കണോ,
കേരളത്തിൽ നിന്ന് ആളുകൾ തുരിതുരാ വരുന്നുണ്ട്. ഇവരെ ഭക്ഷണത്തിന്റെ കാര്യം നോക്കണം, താമസം നോക്കണം. ഇതിനു വേണ്ടി ഞാൻ ഓടുന്നതിന്റെ ഇടയിൽ ഇന്നെ ഞാൻ എന്ത് ചെയ്യാനാ? രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്. ഡയറക്ട് ചെയ്യാനുള്ള എക്സ്പെർട്ടൈസും മനാഫിനില്ല. ഇവിടെയാണ് സംഭവിച്ചതെന്ന് പറയാൻ. പക്ഷെ അത് അങ്ങനെ ഒരു മനാഫ് തെറ്റിദ്ധരിപ്പിച്ചു, മനാഫിന്റെ ടീം തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപമൊക്കെ വന്നിരുന്നതിന്റെ. 4 ദിവസം നമ്മൾ ഇല്ലേ, പിന്നെ വെറുതെ 4 ദിവസം വെറുതെ പോയി എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു കള്ളത്തര. ഇതൊക്കെ ഇതിലെ കുറെ വില്ലന്മാരുണ്ട്. ഇതൊക്കെ അവസാനം ഈ കോടതിയിൽ ഉള്ള ഇടപെടലിലൂടെ ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല എന്തായാലും. അതെ, ഉണ്ടാവാതെ ഞാൻ എന്തായാലും പിന്നോട്ടില്ല. ഇതിന്റെ അന്ത്യ ദിവസം ശരിക്കും എന്താക്കാന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കുറെ കള്ളക്കടത്ത് ഞാൻ പറയും ഇതിന്റെ പേരിൽ ആരോപിക്കും. അതെ അതെ, ഈ വണ്ടി പൊന്തുല്ലോ, അതെ, ചന്ദനാണോ ഹെറോയിൻ ആണോ മറ്റേ. ഇപ്പം തന്നെ നാട്ടിൽ ഞാൻ നടക്കുമ്പോൾ എന്നെ ഭയങ്കര ബഹുമാനമായി. ഞാൻ ഏതോ ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞ അടുത്ത ഗാങ്സ്റ്റർ ആയിട്ട് ആളുകൾ കാണുന്നത്. എന്റെ സുഹൃത്തുക്കൾക്ക് പോലും ഇപ്പൊ എന്നെ പേടിയാ. മീൻസ് ഒരു സാധാരണ ഞാനൊരു പാവങ്ങൾക്കും വേണ്ടി, ഈ പാവ മനുഷ്യന്മാർക്കും വേണ്ടി പിന്നാലെ കൂടിയതാ. എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ നല്ലപോലെ കഞ്ഞിടിച്ച് പോകാൻ വകുപ്പുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടി മനുഷ്യത്തിന് വില കൊടുത്തിട്ട് ഞാൻ കൂടിയത്. പിന്നെ ഇതൊക്കെ കൂടി ആക്കിയിട്ട് എന്റെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ അണ്ടർവേൾഡ് ഡോണാണ് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് കഴിഞ്ഞാൽ ഇതിനൊരു ദിവസം വരുമല്ലോ, ഇത് പൊന്തുന്ന ദിവസം. അന്ന് അർജുൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തരിക, നമ്മളതും കൊണ്ടുപോകും. വണ്ടി പൊളിച്ച് പരിശോധിച്ചോട്ടെ പറ്റും. ചെക്കിങ് മുഴുവൻ കഴിഞ്ഞിട്ട് വേണേ തന്നോട്ടെ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ടോട്ടെ, നോ പ്രോബ്ലം. ഇൻഷുറൻസ് പോലും നമുക്ക് റെഡിയാണ്. ഇൻഷുറൻസിന്റെ പ്രശ്നമില്ല. ഇൻഷുറൻസിന് ഞാൻ ലാസ്റ്റ് ഒപ്പിടുമ്പോ ആ ഒപ്പില് വരുന്നുണ്ട് തെരച്ചിൽ നിർത്തണം. അതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതെ, ഇന്ന് ഞാൻ ഇൻഷുറൻസ് അടവ് അടച്ചിരിക്കാം. അർജുൻ പോയിട്ട് ഇന്നത്തേക്ക് 2ാമത്തെ അടവാണ് നമ്മൾ അടയ്ക്കുന്നത്. ആലോചിക്കണോ, നമ്മൾ കയ്യില് പൈസ ഇല്ലാത്ത സമയത്താണ് ഈ കാര്യങ്ങൾ അടയ്ക്കുന്നത്. എത്ര ആൾക്കാർക്ക് ഇതിന് പറഞ്ഞാൽ മനസ്സിലാവും? എന്താ ഇന്നത്തെ ഡേറ്റിൽ അടവാ ഈ വണ്ടിയുടെ 27/8/2027 82,200 രൂപ അടവ്. ഇന്നത്തെ അടവ് ആർക്കെങ്കിലും ഇതാ അടുത്ത അടവ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും ഞമ്മളെന്താ പറഞ്ഞ ഇവർക്ക് ബ്ലെയിം ചെയ്യാൻ സുഖ. 26 തിരിഞ്ഞു 26/6/2024 അല്ലേ? അതും 82,000 രൂപ. എല്ലാം കൈ നടക്കിയ അവിടെ പോലും വേണമെങ്കിൽ നമുക്ക് ബാങ്കിനോ പറയാ, വണ്ടി പോയാലുണ്ട് ചിലൂര്, പോയി എടുത്തോളി, നമ്മൾ ഇനി എന്തടയ്ക്കാനാന്ന് പറയാം. ഒരാളെ പോലും വിഷമിപ്പിക്കരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ക്ലിയർ ആണ് എല്ലാ കാര്യവും. ഇനി ആര് വേണമെങ്കിലും ചെറിയ കച്ചവടക്കാരനാ ഞാൻ, ഇന്ന് ഇനി ഏതാള് വന്ന് വേണേ അന്വേഷിച്ചോട്ടെ സാർ, ഒരു പ്രശ്നവുമില്ല. എന്ത് ചെയ്തു. ഓക്കെ, എന്തായാലും മനാഫിന്റെ ഈ പോരാട്ടം സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അന്തിമ വിജയം മനാഫിനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതി വഴിയും അല്ലാതെയും നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.